അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ഫില്ലിങ്ങോട് കൂടിയ ഒരു വെറൈറ്റി ചായക്കടിയാണ് കേട്ടോ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നമുക്ക് രാവിലത്തെ ചായയുടെ കൂടിയോ വൈകുന്നേരത്തെ ചായയുടെ കൂടിയോ ഡിന്നറായിട്ടോ ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റും കേട്ടോ. ഇതൊരു പൊറോട്ട ഉണ്ടാക്കിയിട്ട് പൊറോട്ടയുടെ ഉള്ളിലാണ് നമ്മൾ ഫില്ലിങ് വെക്കുന്നത്. അപ്പോൾ പൊറോട്ട എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നല്ല പണിയാണ് ഉണ്ടാക്കാനെന്ന് കേട്ടോ. അതിനുള്ളൊരു ട്രിക്കും ഞാൻ കാണിക്കുന്നുണ്ട്. അത് എളുപ്പത്തിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഗോതമ്പ് പൊടിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് മൈദപ്പൊടി യൂസ് ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇനി നമുക്ക് ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്യാം. ഇനിയിപ്പോൾ മൈദപ്പൊടിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ കോൺഫ്ലോർ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. മൈദപ്പൊടിന് അത്ര നൈസാണല്ലോ. അപ്പോൾ ഇതൊരു പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കോൺഫ്ലോർ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂണ് ഗീ കൂടി ചേർത്തിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഗീ എല്ലാ ഭാഗത്തേട്ടും ആകുന്ന രീതിയിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് 1 കോഴിമുട്ടയാണ്. അപ്പോൾ കോഴിമുട്ട നമുക്ക് പൊട്ടിച്ച് കണ്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. കോഴിമുട്ട എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഒന്ന് ജസ്റ്റ് കൈ വെച്ചോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് എത്രയാണോ പാല് വേണ്ടത് പാൽ ഒഴിച്ചിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം. അതിലേക്ക് വെള്ളം നമ്മൾ ഒഴിക്കുന്നില്ല, പാല് വെച്ചിട്ടാണ് കേട്ടോ ഇത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ പാല് ഞാൻ എടുത്തിട്ടുള്ളത് തിളപ്പിച്ചിട്ട് അതിൻ്റെ ആ ഒരു പാട മാറ്റിയതിന് ശേഷമുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ അടുത്ത് പച്ചപ്പാൽ കാച്ചാത്ത പാലുണ്ടെങ്കിൽ അത് വെച്ചിട്ടും കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പാട നീക്കിയ പാൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം കുറേശ്ശെ ഒഴിച്ചിട്ട് എത്രയാണോ ഈ പൊടിക്ക് വേണ്ടത് കറക്റ്റ് അളവ് ഞാൻ പറഞ്ഞു തരുന്നില്ല. നിങ്ങൾ കുറേശ്ശെ ഒഴിച്ചിട്ട് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് മിക്സ് ആക്കിയിട്ട് പാകത്തിനാക്കിയിട്ട് കുഴച്ചെടുത്താൽ മതി കേട്ടോ. വേറെ പിന്നെ വെള്ളമായിട്ടൊന്നും ഇതിലോട്ട് ചേർക്കുന്നില്ല. കോഴിമുട്ട ഒഴിച്ചപ്പോൾ തന്നെ അത്യാവശ്യമൊക്കെ ഒരു നനവെല്ലാ ഭാഗത്തോട്ടും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചൊരു പാലിൻ്റെ ആവശ്യം ഉണ്ടാവുള്ളൂ. ഒരു 1/2 കപ്പ് മുതൽ 3/4 കപ്പ് വരെയൊക്കെ ആവശ്യം ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യത്തിന് കുഴഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊരു ബോളാക്കി മാറ്റിയതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ട് ഗീയോ അല്ലെങ്കിൽ ഓയിലോ കുറച്ച് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു 1/2 മണിക്കൂർ മിനിമം റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടോ. ഒരു 1/2 മണിക്കൂർ മിനിമം വേണം. അതിൽ കൂടുതൽ വെച്ചാൽ കുഴപ്പമില്ല. 2-3 മണിക്കൂറൊക്കെ വെക്കുന്നത് നല്ലതാണ്. നമുക്ക് ആ സമയം കൊണ്ട് ഇതിലോട്ടൊരു ഫില്ലിങ് റെഡിയാക്കാം. ഫില്ലിങ് റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 250 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ട് ഇതിലോട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ചെറുനാരങ്ങ നീരും സുറുക്കൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഇത്രയും പൗഡർ മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് നല്ലതാട്ടോ. നമ്മൾ മാവ് കുഴക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചിക്കൻ മസാല തേച്ച് വെച്ചാൽ നമ്മൾ മാവ് കുഴക്കുന്ന സമയം ഇത് റെസ്റ്റ് ചെയ്താലും മതി. അങ്ങനെ ചെയ്താലും മതി കേട്ടോ. ഇപ്പോൾ അത് ചീനച്ചട്ടിയിൽ എണ്ണ വെച്ച് ചൂടാവുന്ന സമയത്ത് ഞാൻ ഈ ചിക്കൻ ഇതിലോട്ട് ഇട്ടിട്ട് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഓവർ ഡ്രൈ ഫ്രൈ ഒന്നും ആവണ്ട കേട്ടോ. നമുക്കൊന്ന് ഇത് കുക്കായി കിട്ടിയാൽ മതി. ഇപ്പോൾ ഇത് ചിക്കൻ ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ആയാൽ മതി, ഓവർ ഡ്രൈ ആവണ്ട. നമുക്കിത് ഈ എണ്ണയിൽ നിന്ന് മാറ്റിയിട്ട് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഫ്രൈ ചെയ്ത് ചിക്കൻ മാറ്റിയതിന് ശേഷം ഈ എണ്ണയിലോട്ട് തന്നെ നമുക്ക് 2 സവാള ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. സവാള വഴന്ന് വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂണും അതുപോലെ തന്നെ 1 തക്കാളിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് 3/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കനിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു മസാലയിലോട്ട് വേണ്ട മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അതുപോലെ ഗരം മസാല പൗഡർ ഒക്കെ ചേർത്ത് കൊടുക്കാം. അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കൂടുതൽ ഇട്ട് കൊടുക്കണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇത് ഫില്ലിംഗ് അല്ല, കറി ആയിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലിട്ടാൽ നമുക്ക് മസാല കൂടിപ്പോവും. അതുകൊണ്ടൊക്കെ ഒരു 1/2 ടീസ്പൂൺ വെച്ചിട്ട് ഇട്ടാൽ മതി കേട്ടോ. മുളക് പൊടി ആയാലും എരിവ് കൂടി പോകണ്ട. കാരണം ചിക്കൻ ഫ്രൈ ചെയ്തപ്പോഴൊക്കെ നല്ല മുളക് പൊടി ചേർത്തതല്ല, അപ്പോൾ നല്ല എരിവുണ്ട് ചിക്കനൊക്കെ. പിന്നെ നമുക്ക് ഇതിലോട്ട് കുറച്ച് ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കും. നമുക്ക് ഇതിലോട്ട് വെജിറ്റബിൾസ് ചേർക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കുറച്ച് ക്യാരറ്റും ക്യാപ്സിക്കും ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതും കൂടി ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കട്ടെ. ക്യാരറ്റും ക്യാപ്സിക്കും കൂടി ചേർക്കുമ്പോൾ അതിലോട്ടും കൂടി വേണ്ട ഉപ്പ് വേണമല്ലോ. അത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു ലോ ഫ്ലെയിമിൽ കുറച്ച് സമയം അവിടെ കിടക്കട്ടെ. ഒരു ക്യാപ്സിക്കും ക്യാരറ്റും വേവുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മൾ ചിക്കൻ ആദ്യം ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്ന് കൈ വെച്ചിട്ടൊന്ന് പിച്ചിയെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ക്യാരറ്റും ക്യാപ്സിക്കൊക്കെ നല്ലപോലെ അത്യാവശ്യം വെന്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ പിച്ചി എടുത്ത ചിക്കൻ ഇതിലോട്ട് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
1 മിനിറ്റിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലോട്ട് മല്ലിയില കൂടി ചേർക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മാവ് എന്തായി നോക്കട്ടോ. മാവ് എടുത്തിട്ട് ഞാൻ ഇവിടെ ചപ്പാത്തി മാറ്റിലോട്ട് ഇട്ടിട്ടുണ്ട്. ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേറെ ടൈം വെക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആവും. 2 മണിക്കൂറൊക്കെ ഒന്ന് വെക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായി കിട്ടും. ഇത് ഏകദേശം അരമണിക്കൂറേ ഞാൻ വെച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എടുത്ത മാവ് ഞാൻ 2 പോർഷനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ 2 കപ്പ് മാവായിരുന്നില്ല എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 1 കപ്പ് മാവിൻ്റെ മാവ് നമ്മൾ എടുത്തിട്ടുണ്ട്. 2 പോർഷനായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് ഈ ഒരു പോർഷൻ എടുത്തിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. വലിയ ചപ്പാത്തിയായിട്ട് പരത്തിയെടുക്കാം കേട്ടോ. നമ്മൾ എത്രത്തോളം ഇത് പരത്താൻ പറ്റണം അത്രത്തോളം വലുപ്പത്തിൽ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഇത് പരത്തുന്ന സമയത്ത് നമുക്ക് ഓയിലോ ഗീയോ അതുപോലെ തന്നെ പൊടിയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ചിട്ട് പരത്തിയെടുത്താൽ മാത്രം മതി. ഇത്ര വലുപ്പത്തിൽ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് ഗോതമ്പ് പൊടിയോ മൈദപ്പൊടിയോ മേലെ ഒന്ന് നിരത്തി കൊടുക്കാം. പൊടിയിട്ടിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് നിരത്തി കൊടുക്കാം. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഓയിൽ ഒഴിക്കുന്നില്ല കേട്ടോ. ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ അങ്ങോട്ടൊന്ന് ചുരുട്ടിയെടുക്കാം. ഇതുപോലെ ചുരുട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ലെവലാക്കി കൊടുത്തതിന് ശേഷം ഒരു കത്തി എടുത്തിട്ട് നമുക്ക് വേണ്ട ഇതെടുത്തിട്ട് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് എത്ര വലുപ്പത്തിലുള്ള ചപ്പാത്തിയോ ഇത് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് നിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ആദ്യം നമുക്ക് 2 വശങ്ങളും ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം. ആ ഭാഗം ശരിക്കും ഒരു ലെവലിലാവില്ല നിൽക്കുന്നത്. ആ ഭാഗം കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത്ര വലുപ്പത്തിലുള്ള ഇതാക്കിയിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ആദ്യം മാറ്റി വെച്ച മറ്റേ പോർഷൻ ഉണ്ടല്ലോ അതും കൂടി ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോരോ ബോൾ എടുത്തിട്ട് നമുക്കിതുപോലെ പരത്തി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ നമ്മൾ പരത്തുന്ന സമയത്ത് ആ ലെയറൊക്കെ ഇങ്ങനെ നമുക്ക് വരും കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത് ഇത് പൊറോട്ടയാണ്. പൊറോട്ട പോലെയാണ്. ഇതുപോലെ നമുക്ക് പൊറോട്ട ഉണ്ടാക്കാനും പറ്റും കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ ചുട്ടെടുത്താൽ നമുക്ക് പൊറോട്ടയായി. പക്ഷേ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ചിട്ട് മടക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇതിനോട് നടുവിലായിട്ട് ഫില്ലിങ് വെച്ചിട്ട് നമ്മളിതുപോലെ ഒന്ന് മടക്കിയെടുക്കില്ല. ഇതുപോലെ ഇങ്ങനെ ഫുള്ളായിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കും കേട്ടോ. മൊത്തത്തിലൊന്ന് കവർ ചെയ്തിട്ട് ഇങ്ങനെ പോലെ ആക്കിയിട്ട് നമുക്ക് ഒന്നും കൂടി നമ്മളൊന്ന് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എത്രത്തോളം പരത്താൻ പറ്റണോ അത്രത്തോളം പരത്തി കൊടുക്കുക. കൂടുതൽ പരത്താൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇത് പൊട്ടിപ്പോവും. അപ്പോൾ നമുക്ക് പരത്താൻ കഴിയുന്നത്ര നമുക്ക് ഇതിൽ ഫില്ലിങ് ഉള്ളിൽ വെച്ചതിന് ശേഷം നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഞാൻ പൊടിയോ ഓയിലോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഒന്നുമില്ലാതെ തന്നെയാണ് ഇത് പരത്തിയെടുക്കുന്നത്. ഇത് കണ്ടോ, നമുക്ക് ഇത് പൊട്ടാൻ പാടില്ല. അതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ നിർത്തണം കേട്ടോ. ആ ഒരു രീതിയിൽ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ എളുപ്പമാണ്. നമുക്ക് ഇതിൽ ഒന്നിക്ക് നമുക്കിത് ചുട്ടെടുത്ത് കഴിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്കിത് എണ്ണയിൽ ഫ്രൈ ചെയ്ത് കഴിക്കാൻ പറ്റും. എങ്ങനെ വേണ്ട നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഫ്രൈ ചെയ്യണം, ഒന്ന് ശാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എല്ലാം ഇതുപോലെ ആക്കിയിട്ട് ഫ്രൈ ചെയ്യുന്നതിലേറെ നല്ലത് ഓരോന്ന് ആവുന്നതിനനുസരിച്ച് ഫ്രൈ ആക്കുന്നതാണ്. ആ ഫ്രൈ ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് മറ്റേത് പരത്തിയെടുക്കാൻ പറ്റും. അങ്ങനെ ആകുമ്പോൾ നമ്മളെ പണി പെട്ടെന്ന് തീരും കേട്ടോ. അപ്പോൾ അത് ഞാൻ 2 എണ്ണം ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഞാൻ ഫ്രൈ ചെയ്യുന്ന സമയം കൊണ്ട് മറ്റുള്ളതൊക്കെ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി നമുക്കിത് ഒന്നെങ്കിൽ നമുക്കിതുപോലെ ശാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഓവറായിട്ട് ഡീപ്പ് ഫ്രൈ ഒന്നും ആക്കണ്ട കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ശാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതുപോലുള്ള ഫ്രൈ പാനിലാണെങ്കിൽ നമ്മൾ 4 എണ്ണം വെച്ചിട്ട് ഒരുമിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പണി പെട്ടെന്ന് തീരും. അല്ലെങ്കിൽ നമുക്കിത് ചുട്ടെടുക്കാം. നമ്മൾ സാധാരണ പത്തിരിയും പൊറോട്ടയൊക്കെ ചുടുന്ന പോലെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ചുട്ടെടുത്താലും മതി. അപ്പം ഞാനിത് എളുപ്പപ്പണിയാണ്. ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല സുഖമാണ്, പെട്ടെന്ന് തന്നെ പരിപാടി കഴിയും. പിന്നെ നമ്മൾക്ക് വേവാത്ത പ്രശ്നമൊന്നും വരുന്നില്ല കേട്ടോ. എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ 2 തിരിച്ച് മറിച്ചിട്ടൊന്ന് വേവിച്ച് കൊടുത്താൽ മതി. അപ്പം നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഫ്താറിൻ്റെ സമയത്ത് 4 മണി ചായയുടെ കൂടെയും അതുപോലെ ഡിന്നറായിട്ടൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരമാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. പിന്നെ പച്ചക്കറിയും ചിക്കനും ഒക്കെ ചേർത്തത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റുള്ളൊരു ഫില്ലിംഗ് ആണ്. അപ്പോൾ എല്ലാവരും റെഡിയാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടമായ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വേണ്ടി ഷെയർ ചെയ്തെടുക്കുക. ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും ചെയ്യട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.